മണ്ഡല മകരവിളക്ക് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകളാണ്, ഭക്തജനങ്ങളാണ് ശബരിമലയിലേക്ക് കടന്നു വരുന്നത്. മണ്ഡലകാലം കഴിഞ്ഞ് മകരവിളക്ക് ആരംഭിച്ചപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഭക്തന്മാരാണ് കൂടുതലായി ശബരിമലയിലേക്ക് എത്തുന്നത്. ആന്ധ്രയിൽ നിന്നും, തെലങ്കാനയിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നുമുള്ള ലക്ഷോപലക്ഷ ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ശബരിമലയിലേക്ക് കടന്നു വരുന്നത്. കഴിഞ്ഞ 5-6 ദിവസങ്ങളായി ഏതാണ്ട് 1 ലക്ഷത്തിൽ പരം ആളുകൾ ശബരിമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ മകരവിളക്കുമായ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു ചെറിയ പ്രതിസന്ധി, 10-ാം തീയതിക്ക് ശേഷം ഇവിടെ വരുന്ന ഭക്തരെല്ലാം തന്നെ മകരവിളക്ക് കാണുവാൻ വേണ്ടി ഇവിടെ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും. 10-ാം തീയതി മുതൽ ഇങ്ങോട്ട് വരുന്ന ആളുകളിൽ ഭൂരിഭാഗം പേരും തിരിച്ചു പോകാതെ നിൽക്കുന്നൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കയറി വരുന്നവരും അങ്ങോട്ട് പോകുന്നവരും തമ്മിലൊരു കൂട്ടിമുട്ടലൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പമ്പയിൽ നമ്മളിപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന തത്സമയ ബുക്കിംഗ് സെൻറ്റർ നിലയ്ക്കലേക്ക് മാറ്റണം എന്നുള്ളൊരു തീരുമാനം ക്രൗഡ് മാനേജ്മെൻറ്റ് നേതൃത്വം നൽകുന്ന പോലീസും മറ്റ് സർക്കാർ ഏജൻസികളുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അത് ADGP ശ്രീജിത്തുമായിട്ടും ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുമായിട്ടും എല്ലാവരോടും കൂടി ആലോചിച്ചിട്ടാണ് നമ്മൾ ഈ പമ്പയിൽ പ്രവർത്തിക്കുന്ന തത്സമയ ബുക്കിംഗ് സെൻറ്റർ നിലയ്ക്കലേക്ക് നാളെ മുതൽ മാറ്റുവാനുള്ള സംവിധാനത്തെക്കുറിച്ചാണ് ഞങ്ങളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തത്സമയ ബുക്കിങ്ങിന് വരുന്ന ആളുകളെ നിലയ്ക്കൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ എല്ലാവർക്കും ഒരു സുരക്ഷിതത്വം കീപ്പ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. 13-ാം തീയതി മുതൽ വെർച്വൽ ക്യൂ നമ്മൾ 50,000-ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. 14-ാം തീയതി 40,000-ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. 14-ാം തീയതിയാണ് മകരവിളക്ക്. സ്വാഭാവികമായും മകരവിളക്ക് കഴിഞ്ഞ് ഒരു 7 മണിയാകുമ്പോൾ ഈ സന്നിധാനത്തു നിന്നും ഭക്തജനങ്ങൾ ഒരു പ്രവാഹം പോലെ പമ്പയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ 15-ാം തീയതി ആൾറെഡി നേരത്തെ 70,000 വെർച്വൽ ക്യൂവിൽ ഞങ്ങൾ ബുക്ക് ചെയ്യുവാൻ തുറന്നു കൊടുത്തിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഭക്തജനങ്ങളോടുള്ളൊരു റിക്വസ്റ്റ്, 6 മണിക്ക് ശേഷം മാത്രമേ ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് കടന്നു വരാവൂ, സന്നിധാനത്തേക്ക് പ്രത്യേകിച്ച് പമ്പയിലേക്ക് കടന്നു വരാവൂ എന്നുള്ളതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. 15-ാം തീയതി വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിരിക്കുന്ന 70,000 പേർക്ക് ഞങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കാരണം 3 മണി മുതൽ 4 മണി വരെയുള്ള സ്ലോട്ട് രാവിലെ, 4 മണി മുതൽ 5 മണി വരെയുള്ള സ്ലോട്ട്, 5 മണി മുതൽ 6 മണി വരെയുള്ള സ്ലോട്ട്, ഈ 3 സ്ലോട്ടുകളും ബുക്ക് ചെയ്തിരിക്കുന്ന ഭക്തജനങ്ങൾ ഇവിടേക്ക് 6 മണിക്ക് ശേഷം വന്നാൽ മതിയാകും. അവരെ പമ്പയിൽ നിന്നും 6 മണിക്ക് ശേഷമേ ഇങ്ങോട്ടേക്ക് കടത്തിവിടുകയുള്ളൂ. കാരണം 2-3 ദിവസങ്ങളായി 12-ഉം 13-ഉം 14-ഉം ഒക്കെ ആയി തങ്ങി നിൽക്കുന്ന ഭക്തജനങ്ങൾ ദർശനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ തമ്മിലുള്ളൊരു കൊളീഷൻ അല്ലെങ്കിൽ ഒരു കൂട്ടിമുട്ടൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനൊരു സംവിധാനം നമ്മൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല തത്സമയ ബുക്കിംഗ് 15-ാം തീയതി 11 മണിക്ക് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ക്രമീകരണങ്ങളാണ് ഭക്തജനങ്ങളുമായി വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ടും തത്സമയവുമായി ബന്ധപ്പെട്ടും ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുഗമമായ ദർശനത്തിന് വേണ്ടി മാത്രമാണ് പോലീസുമായിട്ടും കോടതിയുടെ നിർദ്ദേശമനുസരിച്ചും ഒക്കെ ആലോചിച്ചിട്ടാണ് ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്.